ഹായ് എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് റീസെൻ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഹൈ റൈഡറിൻ്റെ മിഡ് നൈറ്റ് എഡിഷനാണ്. ഈ മിഡ് നൈറ്റ് എഡിഷൻ നിങ്ങൾക്ക് ബ്ലാക്ക് കളറിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് ബേസ് വേരിയൻ്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ മിഡ് നൈറ്റ് എഡിഷനിൽ നോർമൽ ബ്ലാക്ക് കളർ വാഹനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മെയ് മാസത്തിൽ ഇപ്പോൾ 1,99,000 രൂപ വരെ ഓഫറും ഹൈ റൈഡറിന് അവൈലബിൾ ആണ്. അപ്പോൾ എന്തെല്ലാം ഓഫറുകളാണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഓഫറുകൾക്ക് ശേഷമുള്ള അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് വെണ്ണലയിലുള്ള കൈരളി ടൊയോട്ടയുടെ ഷോറൂമിലാണ്. ഇത് പുതിയ ഷോറൂമാണ്. ഇവിടെ നിങ്ങൾക്ക് സെയിൽസും സർവീസും അവൈലബിൾ ആണ്. ഹൈ റൈഡർ മിഡ് നൈറ്റ് എഡിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വാഹനം വേറെ ലെവൽ ലുക്കാണ്. ഇപ്പോൾ മിഡ് നൈറ്റ് എഡിഷനോ ബ്ലാക്ക് എഡിഷനോ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഹൈ റൈഡറിൻ്റെ ബ്ലാക്ക് കളറിൽ മാത്രമാണ് ഈ ഒരു വേരിയൻ്റ് അല്ലെങ്കിൽ ഈ ഒരു എഡിഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിനെ ഫുൾ ബ്ലാക്ക് ആക്കി മാറ്റിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഹൈ റൈഡറിന് ഓൾറെഡി ബ്ലാക്ക് കളർ വരുന്നുണ്ടായിരുന്നു. അത് അത്യാവശ്യം ഇറങ്ങുന്ന ഒരു വേരിയൻ്റ് ആണ്. അതിൽ തന്നെ ചെറിയൊരു പേയ്മെൻറ്റ് ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം ഫുൾ ഈ ഒരു ലുക്കിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അത് നിങ്ങൾക്ക് ചെയ്ത് കിട്ടുന്നത് ഷോറൂമിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ വാറൻറ്റി പ്രശ്നങ്ങളൊന്നും തന്നെ ഈ വാഹനത്തിന് വരില്ല. ഇപ്പോൾ ഇതിനകത്ത് വന്ന മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ കണ്ണിൽ പെടുക ഈ ഒരു പോർഷൻ സാധാരണ ഹൈ റൈഡറിൽ വന്നിരുന്നത് ഒരു സിൽവർ ഫിനിഷ് ആയിരുന്നു. അതൊരു ഡാർക്ക് ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു പോർഷൻ എല്ലാം നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് വന്നു. ലോഗോയും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് വരുന്നിട്ടുണ്ട്. പിന്നെ ഹുഡിൽ ഹൈ റൈഡർ എന്ന് പറഞ്ഞ എംബ്ലം കൊടുത്തിട്ടുണ്ട്. അതും ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം ഫുൾ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ്. നമ്മുടെ DRL കാര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് താഴേക്ക് വന്ന ഹെഡ്ലൈറ്റും ഇതിപ്പോൾ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. അതിനകത്ത് പ്രൊജക്റ്റഡ് LED ഹെഡ്ലൈറ്റ് ആണ്. ഈ ഒരു പോർഷൻസിലെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് വന്നിട്ടുണ്ട്. അടുത്ത മാറ്റം വരുന്നത് ഈ ഒരു സ്കിറ്റ് പ്ലേറ്റ് ആണ്. ഇതൊരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷാണ് നോർമൽ വാഹനത്തിൽ. ഇതിനകത്ത് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. 210 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഈ ഒരു പോർഷൻസിലെല്ലാം നമുക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാം. ഫ്രണ്ടിൽ ക്യാമറ വരുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ആണ്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ കാണാനായിട്ട് പറ്റും. വശങ്ങളിൽ വന്നാലും ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് അലോയ് വീൽസ് നോക്കാം. അലോയ്സ് ഒരു ഡയമണ്ട് കട്ടിൽ അലോയ് വീൽസ് ആയിരുന്നു വന്നിരുന്നത്. അതൊരു ഗ്ലോസി ബ്ലാക്ക് കളറിലേക്ക് ചേഞ്ച് ചെയ്തു. നടുക്ക് ലോഗോ മാത്രം നമ്മുടെ ആ ഒരു ക്രോം ഫിനിഷിൽ തന്നെ നിലനിർത്തി. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഈ കാലിപ്പേഴ്സ് റെഡ് ആക്കുക എന്നുള്ളത്. അത് ഷോറൂമിൽ നിന്നോ പുറത്തു നിന്നോ ചെയ്യാം. ടയർ സൈസ് എല്ലാ വേരിയൻറ്റുകളും സിമിലർ ആയിട്ട് വരുന്നത് 215 60R17 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ്. ഇതിപ്പോൾ നമ്മളുടെ നിയോ വേരിയൻ്റ് ആണ്. നിയോ വേരിയൻറ്റിൽ ഈ ഒരു പോർഷൻസ് എല്ലാം നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഹൈബ്രിഡിൽ ഇതെല്ലാം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലും വരുന്നുണ്ട്. താഴത്തെ ഒരു പോർഷൻസ് എല്ലാം അത് മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ കാണാം. മിറേഴ്സിൽ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. 360 ക്യാമറ കാണാം. ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ്. ഇതിനകത്ത് ഈ ഒരു പോർഷൻ മാത്രം ക്രോമിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വശങ്ങളിൽ നോക്കുമ്പോൾ ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ വിൻഡോ ക്രോം അങ്ങനെയാണ് നിലനിർത്തിയത്. റൂഫിലേക്ക് വന്നാൽ റൂഫ് നമുക്ക് ഒരു വൈറ്റ് ഫിനിഷിലായിരുന്നു ടോപ്പ് പോർഷൻ വരുന്നത്. അതും നമ്മൾക്ക് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലേക്കാണ് അത് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ പനോറമിക് സൺറൂഫ് കാണാം. ബാക്കിൽ നമുക്ക് ഷാർപ്പിൻ ആൻറ്റിന വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ നമുക്കൊരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷിലാണ് വന്നിരുന്നത്. അതും ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് വശങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന മെയിനായിട്ടുള്ള ഒരു മാറ്റം. ബാക്കിലേക്ക് വന്നാലും നമുക്ക് അതുപോലെ ചേഞ്ചസ് വരുന്നുണ്ട്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും ഫുൾ ബ്ലാക്കായിട്ട് മാറ്റിയിരിക്കുകയാണ്. നമ്മളുടെ ബാഡ്ജിങ്, അതായത് വേരിയൻറ്റിൻ്റെ നെയിമും അർബൻ ക്രൂയിസർ ഹൈ റൈഡ് എന്ന് പറഞ്ഞ ബാഡ്ജിങ്ങും മാത്രമാണ് ഇതിനകത്ത് ഒരു ക്രോം ഫിനിഷിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കി ഫുള്ള് ബ്ലാക്കാണ്. അതിനകത്ത് മേജറായിട്ടൊരു മാറ്റം വന്നിരിക്കുന്നത് ഈ ഒരു പോർഷനാണ്. ഇതൊരു സിൽവർ ഫിനിഷിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഈ ലോഗോയും അത് ഒരു ഗ്ലോസി ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്തു. ബാക്കിൽ വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡിഫോഗറോട് കൂടിയ ഗ്ലാസ്സുകളാണ്. ഹൈ മൗണ്ടർ സ്റ്റോപ്പ് ലാമ്പ് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നു. ഈ ഒരു ടെയിൽ ലൈറ്റ് ഫുൾ LED ആയിട്ടാണ് വരുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സ്മോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ ഒരു ഡാർക്ക് ഫിനിഷാണ്. താഴേക്ക് വന്നാൽ ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും കാണാം. ഇവിടെ നമുക്ക് ഒന്ന് സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്കായിട്ട് ചേഞ്ച് ചെയ്യും. ബാക്കിലെ ഈ ഒരു ബെമ്പറിൻ്റെ പോർഷനും ഒരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷ് ആയിരുന്നു വന്നിരുന്നത്. അതും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിലേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. 373 ലിറ്ററാണ് ബൂട്ടിൻ്റെ കപ്പാസിറ്റി. ബാക്കിലേക്ക് നമുക്കൊരു ബൂട്ട് ലൈറ്റും ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് ബോർഡും കാണാനായിട്ട് പറ്റും. സ്പെയർ വീൽ ഇപ്പോൾ ഒന്നിലും തന്നെ വരുന്നില്ല. 60/40 സ്പ്ലിറ്റ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. പാഴ്സൽ ട്രേ കാണാം. പിന്നെ നമുക്ക് അകത്തുനിന്ന് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതിനകത്ത് റിക്വസ്റ്റ് സെൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഈ ടോപ്പ് എൻഡ് വേരിയന്റ് ഇന്റീരിയർ വരുന്നത്. ഡോർ പാഡ് ആണെങ്കിലും നിങ്ങൾക്ക് ബ്ലാക്ക് ഫിനിഷിൽ കാണാം. ഇവിടെ മാത്രം ഒരു സിൽവർ ലൈൻ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് നമുക്ക് ഒരു ക്രോം ഫിനിഷിൽ വരുന്നുണ്ട്. 4 പവർ വിൻഡോന്റെ കൺട്രോൾ, ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഈ പോർഷൻസിലെല്ലാം നമുക്കൊരു വൈറ്റ് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. സീറ്റ് ഒരു ലെതറി ബ്ലാക്ക് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് വെന്റിലേഷൻ്റെ ഓപ്ഷനും ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വശങ്ങളിലായിട്ട് നമുക്ക് ആ ഒരു വൈറ്റ് ലൈൻസ് കാണാനായിട്ട് പറ്റും. നമ്മൾ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക് വരുന്ന ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ഇവിടെ നമുക്ക് ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ കൺട്രോൾസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. 360 വ്യൂ ക്യാമറയുടെ കാണാം. പുഷ് ബട്ടൺ സ്റ്റാർട്ട് കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഈ ഒരു പോർഷൻസിലെല്ലാം നമുക്ക് ആ ഒരു ബ്ലാക്കിൽ വൈറ്റ് സ്റ്റിച്ചിങ് കാണാം. മിഡ് നൈറ്റ് എഡിഷൻ്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്റീരിയർ ഈ നിയോ ഡ്രൈവ് വേരിയന്റിന്റെ ടോപ്പ് എൻഡ് വാഹനങ്ങളിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഫുൾ ബ്ലാക്ക് ആണ്. ഈ ഒരു സെൻട്രൽ കൺസോളിലെ പോർഷൻ മാത്രം ഒരു സിൽവർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലെതർ റബ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീല് കാണാം. അതും ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഇടതുവശത്തായിട്ട് നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനും താഴെ കൊടുത്തിരിക്കുന്ന മ്യൂസിക്കിന്റെ കൺട്രോൾസും ഇവിടെ ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസും കാണാം. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷനോട് കൂടിയാണ് ടോപ്പ് എൻഡിൽ വരുന്നത്. നമുക്ക് താഴെയായിട്ടാണ് ഫോണിന്റെ കൺട്രോൾസ്. ഇടതുവശത്ത് വൈപ്പറിന്റെ കൺട്രോൾസും വലത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പേഴ്സ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് സ്പീഡോമീറ്റർ, RPM മീറ്റർ, അങ്ങനെ എല്ലാ ഇൻഫർമേഷൻ വരുന്നുണ്ട്. ഇതിനകത്ത് ടയർ പ്രഷർ ലോ ആയതുകൊണ്ടാണ് അതിൻ്റെ ഒരു വാർണിംഗ് നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻ, ആവറേജ് ഫ്യൂൽ, ഡിസ്റ്റൻസ് ടു MT, എത്ര കിലോമീറ്റർ ഓടി, അങ്ങനെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും, പിന്നെ ആ ഒരു ഡിസ്പ്ലേ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ്, അങ്ങനെ എല്ലാ ഇൻഫർമേഷനും അതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ ഈ വാഹനത്തിലേക്ക് കയറിയപ്പോൾ തന്നെ പ്രഷർ ലോ ആണെന്നും പറഞ്ഞ അതിൻ്റെ ഒരു വാർണിംഗ് ആണ് നമുക്ക് ശരിക്കും കാണിച്ചത്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർക്കമിസ് ട്യൂൺ ചെയ്ത 9 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. പിന്നെ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഫ്യൂൽ ഇക്കോണമി, പിന്നെ TPMS പോലെയുള്ള അതിൻ്റെ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ടയർ പ്രഷർ ലോ ആണെന്നതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് കാണാം. പിന്നെ വയർലെസ് ചാർജർ ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ആവറേജ് ഫ്യൂൽ ഇക്കോണമി, ആവറേജ് സ്പീഡ്, പിന്നെ നമ്മളുടെ എയർ പ്യൂരിഫയർ, അങ്ങനെ എല്ലാ ഇൻഫർമേഷൻസും വരുന്നൊരു സ്ക്രീനാണ്. 4 സ്പീക്കറും 2 ടൂട്ടോടും കൂടിയ ഒരു മ്യൂസിക് സിസ്റ്റമാണ്. നല്ല മ്യൂസിക് ക്ലാരിറ്റി ഒക്കെയാണ്. ഡീസൻറ്റ് ക്ലാരിറ്റി ഉള്ള 360 ക്യാമറയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് 360 സറൗണ്ട് വ്യൂ ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് നമുക്ക് 360 വ്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് അതല്ലെങ്കിൽ നമ്മൾ വാഹനം റിവേഴ്സ് ഇടുകയാണെങ്കിൽ നമുക്ക് 360 പ്ലസ് റിവേഴ്സ് ക്യാമറ ക്ലിയർ ആയിട്ട് കാണാം. അതിനകത്ത് ഓരോ ബാക്ക് ക്യാമറ മാത്രം, റിവേഴ്സ് മാത്രം കാണാനായിട്ടുള്ള ഒരു ഓപ്ഷൻ, റിവേഴ്സും ആ വശവും കാണാനായിട്ടുള്ള ഒരു ഓപ്ഷനൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് AC വെൻസ് കൊടുത്തിരിക്കുന്നു. ഈ പോർഷൻസ് എല്ലാം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കാണാം. അതിന് താഴെ ട്രാക്ഷൻ കൺട്രോൾ, ഓട്ടോ ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാൻഡ് ബട്ടൺ കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട്, USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇവിടെ വയർലെസ് ചാർജിംഗ് പാഡ് കാണാം. മാനുവൽ ഗിയർ ലിവറാണ്. നമുക്ക് ഈ ടോപ്പ് എൻഡ് വരുന്ന വെന്റിലേഷൻ സീറ്റിൻ്റെ ഓപ്ഷൻ വരുന്നത്. അതിൻ്റെ 2 ബട്ടൺസ് കൊടുത്തിരിക്കുന്നു. ഇതാണ് കീയിൽ മാറ്റമൊന്നുമില്ല. സെയിം ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കീ ആണ്. സെൻറ്റർ ആംറസ്റ്റ് കാണാം. അകത്ത് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, കോഡോസൈഡ് സൺവൈസസ് വിത്ത് മിറർ ആൻഡ് ലൈറ്റോട് കൂടി കൊടുത്തിരിക്കുന്നു. ഓട്ടോ ഡിമ്മിങ്ങുള്ള IRVMs, ഒരു സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് മിറർ ആൻഡ് ലൈറ്റോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾക്ക് പറയാവുന്ന ആ ഒരു വലിപ്പമുള്ള പനോരമിക് സൺറൂഫ് കാണാം. അതിൻ്റെ ക്ലോത്തിന് കുറച്ചും കൂടിയും കട്ടി ആകാമായിരുന്നു, പഴയതിനേക്കാളും മെച്ചം വന്നിട്ടുണ്ട്. ഇനി ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. കൂൾഡ് ഫീച്ചറും കൂടിയും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഇന്റീരിയർ എന്നുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ്. ഇതിനകത്ത് നമ്മൾ മിസ്സായി പോയൊരു കാര്യമാണ് നിങ്ങൾ കാണുന്ന ഹെഡ് അപ്പ് ഡിസ്പ്ലേ. അത് ഈ ടോപ്പ് എൻഡിൽ വേരിയന്റിൽ മാത്രമാണ് ഇപ്പോൾ ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നത്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് നമുക്ക് ഇവിടെ കാണാം. അതിനകത്തുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതെല്ലാമാണ് ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഡോർ പാഡ് നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം ലെതറി ഫിനിഷാണ്. നമുക്കൊരു സൺ ബ്ലൈൻഡ്സ് ഇപ്പോൾ ഇതിനകത്തായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് നമുക്ക് ക്രോം ഫിനിഷ് കാണാം. ഇവിടെ എല്ലാം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ്. ബാക്കിലേക്ക് നമുക്ക് AC വെൻസുകൾ കാണാം. 2 Type-C ചാർജിംഗ് പോർട്ടുകൾ കൊടുത്തിരിക്കുന്നു. ബാക്കിലും ലെതറി ഒരു ബ്ലാക്ക് സീറ്റുകൾ തന്നെയാണ്. സെൻറ്റർ ആംറസ്റ്റ് ഇപ്പോൾ ബേസ് വേരിയൻ്റ് തൊട്ട് വരുന്നുണ്ട്. അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സ് കാണാം. 3 പേർക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ റൂഫ് പോർഷൻ അതൊരു ആ ഓഫ് വൈറ്റ് കളറിൽ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടിയും ബ്ലാക്ക് ആക്കി കഴിഞ്ഞാൽ ഒരു ഫുൾ ഡാർക്ക് ഇൻറ്റീരിയർ ആയിട്ട് മാറും. അപ്പോൾ അതിലും നല്ലത് ഈ ഒരു ഫിനിഷിൽ തന്നെ നിലനിർത്തുന്നതാണ്. അപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് റൂം കാണാം. സീറ്റിൻ്റെ ബാക്കിൽ സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 6 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് ആണ്. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും.
ഹൈ റൈഡറിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഹൈ റൈഡർ ബേസ് വേരിയന്റ് തൊട്ട് ഇപ്പോൾ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ടോപ്പ് എൻഡ് വേരിയന്റ് ആണെങ്കിലും അഡാസ് പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഹൈ റൈഡറിൽ വരുന്നില്ല. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനം 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ്. വിത്ത് 5 സ്പീഡ് മാനുവൽ, 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്. പവർ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 103 PS പവറും 136 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. മൈലേജ് ആണ് ഹൈലൈറ്റ്. 21 km/ലിറ്ററൊക്കെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. 15-16 ആവറേജ് മൈലേജ് എന്താണെങ്കിലും ലഭിക്കും. അതുപോലെ തന്നെ നമുക്കൊരു 1.5 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനായിട്ട് കമ്പൈൻ ചെയ്ത് സ്ട്രോങ് ഹൈബ്രിഡ് ഓപ്ഷൻ കൂടി അവൈലബിൾ ആണ്. അതിന്റെ ഇലക്ട്രിക് മോട്ടറും എഞ്ചിനുമായിട്ട് കമ്പൈൻ പവർ വരുന്നത് 115 PS പവറും 141 Nm ടോർക്കുമാണ്. അത് ഓടിക്കാൻ നല്ല രസമാണ്. നമുക്ക് ഓവർടേക്കിംഗ് ഒക്കെ നല്ല എൻജോയ് ചെയ്ത് നല്ല കാല് കൊടുത്ത് ഓടിക്കാൻ പറ്റുന്ന സാധനമാണ്. അതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മൈലേജ് തന്നെയാണ്. 27.97 അതിന്റെ മൈലേജ്. ശരിക്കും നമ്മൾ നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ ആ മൈലേജ് തന്നെ വാഹനം തരും. കാര്യം ഞാൻ ഉപയോഗിക്കുന്നത് ഇതിന്റെ സെയിം തന്നെ മാരുതിയുടെ ഗ്രാൻഡ് വിറ്റാരയാണ്. എനിക്ക് രാവിലെ ഓഫീസിൽ പോകുന്ന സമയത്ത് 30 മൈലേജ് കാണിക്കുന്നുണ്ട്. ഓഫീസിൽ തിരിച്ചു പോകുന്ന സമയത്ത് ഒരു 25-26 മൈലേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആവറേജ് 25 പ്ലസ് 100% അതിന് മൈലേജ് ലഭിക്കും. ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഫസ്റ്റ് തന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കാണുന്ന ബ്ലാക്ക് എഡിഷൻ അല്ലെങ്കിൽ മിഡ് നൈറ്റ് എഡിഷനിലേക്ക് ഈ വാഹനം മാറ്റാനായിട്ട് നിങ്ങൾക്ക് വരുന്ന കോസ്റ്റ് 29,000 രൂപയാണ്. അത് ബേസ് വേരിയന്റ് ആകുമ്പോൾ അതിന്റെ അലോയ് വീൽസിന്റെ പൈസകൾ നിങ്ങൾ അഡീഷണലി ചെയ്യണം. അതല്ലാത്ത എല്ലാ വേരിയന്റുകൾക്കും നിങ്ങൾക്ക് ഇതിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് വരുന്ന കോസ്റ്റ് 29,000 രൂപയാണ്. ഈ മാർച്ച് മാസത്തിൽ 1,99,000 രൂപ വരെ ഓഫർ അവൈലബിൾ ആണ്. ഈ ഓഫറിന്റെ ബ്രേക്ക് ഡൗൺ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് അവേ ക്യാഷ് ഡിസ്കൗണ്ട് 35,000 ലഭിക്കുന്നുണ്ട്. എക്സ്ചേഞ്ച് ബോണസ് 75,000 രൂപ വരെ. അത് ടൊയോട്ട ടു ടൊയോട്ട വാഹനങ്ങൾക്കാണ് 75,000 രൂപ വരെ ലഭിക്കുന്നത്. നോൺ ടൊയോട്ട വാഹനങ്ങൾക്ക് 50,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസും. പിന്നെ നമുക്ക് കോർപ്പറേറ്റ് അല്ലെങ്കിൽ റൂറൽ ഓഫറായിട്ട് 20,000 രൂപ ലഭിക്കുന്നുണ്ട്. പിന്നെ ആക്സസറീസിന്റെ ഒരു 20,000 രൂപയും കൂടി, മീൻസ് 20,000 രൂപയ്ക്ക് വെർത്തായിട്ടുള്ള ഒരു ആക്സസറീസും കൂടി നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ മൊത്തം 1.5 ലക്ഷം രൂപ ഒരു ഓഫറാണ് 2026 വാഹനങ്ങൾക്ക് ലഭിക്കുന്നത്. 25-ന് മാനുഫാക്ചർ ചെയ്ത കുറച്ച് വാഹനങ്ങൾ അവൈലബിൾ ആണ്. അതിന് അഡീഷണൽ ഓഫറുകളും ലഭിക്കും. അങ്ങനെ എല്ലാ ഓഫറുകളും നിങ്ങൾ എലിജിബിൾ ആവുകയാണെങ്കിൽ 2 ലക്ഷം രൂപ ഒരു ഓഫറാണ് നിങ്ങൾക്ക് ഈ വാഹനത്തിന് ലഭിക്കുക. ഇനി ഇതിന് ഇപ്പൊ നിങ്ങൾ കാണുന്ന ഒരു ബ്ലാക്ക് എഡിഷൻ അല്ലെങ്കിൽ ഒരു നൈറ്റ് എഡിഷനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 29,000 രൂപയാണ്. അത് നിങ്ങൾ ബേസ് വേരിയന്റ് അല്ലെങ്കിൽ എസ് വേരിയന്റ് ആണ് വാങ്ങുന്നത് എങ്കിൽ അലോയ് വീൽസിന്റെ പ്രൈസും കൂടി നിങ്ങൾക്ക് അഡീഷണലി വരും. അതല്ല നിങ്ങൾ G ആൻഡ് S V വേരിയന്റുകളാണ് എങ്കിൽ നിങ്ങൾക്ക് 29,000-ന് അഡീഷണൽ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫുൾ മിഡ് നൈറ്റ് എഡിഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇനി ബേസ് ഈ വേരിയന്റിന് ഓഫറുകൾക്ക് ശേഷമുള്ള അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പ്രൈസിലൊന്നും എക്സ്ചേഞ്ച് ബോണസ് നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. എക്സ്ചേഞ്ച് നിങ്ങൾക്ക് ഈ പ്രൈസിൽ ഉണ്ടെങ്കിൽ അഡീഷണലി എക്സ്ചേഞ്ച് ബോണസ് കൂടി ലഭിക്കും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ബേസ് വേരിയന്റ് നിങ്ങൾക്ക് 12,72,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. അതൊരു ബെസ്റ്റ് ഡീലാണ്. എക്സ്ചേഞ്ചും കൂടി ആണെങ്കിൽ 12 ലക്ഷത്തി സംതിങ്ങിന് ആ വാഹനം ഓൺ റോഡ് ഇറങ്ങും. ഇനി എസ് വേരിയന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എസ് വേരിയന്റ് 14,55,000 രൂപയാണ് എസ് മാനുവൽ സെക്കൻഡ് വേരിയന്റിന് പ്രൈസ് വരുന്നത്. എസ് വേരിയന്റിലാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ വാഹനം നിങ്ങൾക്ക് 16 ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. പിന്നെ എസ് വേരിയന്റിൽ തന്നെ നമുക്ക് CNG വരുന്നുണ്ട്. ആ വാഹനം 15,61,000 രൂപ. പിന്നെ എസ് വേരിയന്റിൽ നമുക്ക് ഹൈബ്രിഡും വരുന്നുണ്ട്. ആ വാഹനത്തിന് 19,93,000 രൂപ. ഇതിന്നൊക്കെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ബോണസും അല്ലെങ്കിൽ 25-ന്റെ ഓഫർ അഡീഷണലി ലഭിക്കും. അത് ഷോറൂം ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വാഹനത്തിന്റെ 25 വേരിയന്റ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ടൊയോട്ട വാഹനമൊക്കെ ആയിട്ടാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് എങ്കിൽ നല്ലൊരു പ്രൈസ് ഡിസ്കൗണ്ടിൽ ആ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഇനി G വേരിയന്റ് ഹൈ റൈഡറിലെ ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള G വേരിയന്റ് ആണ്. G വേരിയന്റ് നിങ്ങൾക്ക് മാനുവൽ 16,87,000 രൂപയ്ക്കും ഓട്ടോമാറ്റിക് 18,65,000 രൂപയ്ക്കും ഓൺ റോഡ് ഇറക്കാം. അതിൽ തന്നെ നമുക്ക് ഹൈബ്രിഡ് നോക്കുകയാണെങ്കിൽ 22,37,000 രൂപ. ഇനി നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന V മാനുവൽ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഈ വാഹനത്തിന് 18,99,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇതിന്റെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 20,47,000 രൂപയും ഹൈബ്രിഡ് ആണ് എങ്കിൽ 23,90,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പൊ ഈ നോൺ ഹൈബ്രിഡ് ഒക്കെ നോക്കുന്നവര് ചെറിയൊരു ബഡ്ജറ്റും കൂടി ആണ് ഡിഫറൻസ് ഉള്ളൂ എങ്കിൽ ഹൈബ്രിഡ് നോക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഹൈബ്രിഡ് ഓടിക്കാൻ വേറെ ലെവൽ വാഹനം തന്നെയാണ്. ഒരു എക്സ്ട്രാ
ഓർഡിനറി അതിന്റെ മൈലേജും ആണ്. ഈ സെഗ്മെന്റിലെ എന്നല്ല, ഇപ്പൊ ഇന്ത്യയിൽ ലഭിക്കുന്ന ഇത്തരം വലിപ്പമുള്ള ഒരു SUV വാഹനത്തിൽ ഏറ്റവും കൂടുതൽ മൈലേജ് വരുന്നത് ഒന്ന് ഹൈറൈഡറും പിന്നെ നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയുമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത് വെണ്ണലയിലുള്ള കൈരളി ടൊയോട്ടയുടെ പുതിയ ഷോറൂമിലാണ്. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ടൊയോട്ടയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണർ ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.